Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, Good ma'am. ma'am. Good afternoon, ma'am. Good afternoon. Madam. Good afternoon, ma'am. Good afternoon, ma'am. Okay, good afternoon. എല്ലാവർക്കും good afternoon കേട്ടോ. Thank you. എല്ലാരും ഫുഡൊക്കെ കഴിച്ചിട്ടാണോ ക്ലാസ്സിൽ കയറിയത്? അതെ കഴിച്ചു. Yes. അപ്പൊ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് അശ്വതി എന്നാണ് കേട്ടോ. ഓക്കെ, എനിക്ക് നിങ്ങൾക്ക് മൺഡേയും ഫ്രൈഡേയും ആണ് എന്റെ ക്ലാസ് ഉണ്ടാവുക. മൺഡേ ഫ്രൈഡേ. ഓക്കെ, വേറെ അശ്വതി മിസ്സും കൂടി എടുക്കുന്നുണ്ട്. മിസ് വരും ദിവസങ്ങളിൽ നിങ്ങളെ വന്ന് പരിചയപ്പെട്ടോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് ക്ലാസ്സിൽ കയറിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു നിഷ മിസ്സിന്റെ എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നോ? ടെൻഷൻ ഉണ്ടായിരുന്നോ? തരുന്നു. നല്ല ക്ലാസ്. ഓക്കെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? വിശാമിസ് പറഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മള് ക്ലാസ് സമയത്ത് മൈക്ക് ഓഫ് ചെയ്യും കേട്ടോ. ഇവിടുന്ന് മൈക്ക് ഓഫ് ചെയ്യും. പിന്നെ ലാസ്റ്റ് 10 മിനിറ്റ് മൈക്ക് ഓൺ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ ചോദിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഇടയ്ക്ക് മനസ്സിലായോ എന്ന് ചോദിക്കും. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് തമ്പ് ചെയ്യണേ പറയുന്ന കാര്യങ്ങള്. ഓക്കെ, മാമിന്റെ നെയിം ഒന്നുകൂടെ പറയാം. നമുക്ക് താമസിപ്പിക്കണ്ട അല്ലെ? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഓക്കെ, ഞാൻ മൈക്ക് ഓഫ് ചെയ്യുവാണ് കേട്ടോ. വരുന്ന ദിവസങ്ങളിൽ ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ ഞാൻ എടുക്കുന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന ചാപ്റ്റർ 3 ആണ്. ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. കാണുന്നുണ്ടോ? വലുതായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. 2 ഉണ്ട്. 2 നിഷാമിസ് തന്നെ എടുക്കും കേട്ടോ. ഞാൻ എടുക്കുന്നത് 3 ആണ്. ഓക്കെ, അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യാം? ആ ഫസ്റ്റ് പേജ് ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. റീഡ് ചെയ്യാം കേട്ടോ. മൈൻഡിൽ റീഡ് ചെയ്താൽ മതി. എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലേ? റീഡ് ചെയ്തോളൂ കേട്ടോ. ഫസ്റ്റ് പേജ് മാത്രം. റീഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തമ്പ് ചെയ്യുക. ഓക്കെ, ഓക്കെ, ചാപ്റ്റർ 3 ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ.
ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. അതായത് ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളെ കുറിച്ചിട്ടാണ്. ഇന്ത്യയിലെ ആരോഗ്യ സംവിധാനങ്ങളെ കുറിച്ച് പറയുന്ന ഒരു ചാപ്റ്റർ ആണിത്, ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. അതിനകത്ത് ഫസ്റ്റ് തന്നെ സബ് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, ട്രഡീഷണൽ ഹെൽത്ത് സിസ്റ്റം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പരമ്പരാഗത ചികിത്സ രീതികളെ കുറിച്ചിട്ടാണ് ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത് കേട്ടോ. അപ്പൊ ഞാനൊന്ന് വായിക്കാം, അതിനുശേഷം ആ പാരഗ്രാഫ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ. In India, besides the existence of modern medicine, traditional medical practitioners continue to practice throughout the country. Popular native healthcare tradition consists of Ayurveda, Yoga, Unani, Siddha, Homeopathy and Naturopathy. അതായത് ഇന്ത്യയില് മോഡേൺ മെഡിസിൻ നിലനിൽക്കുന്ന സമയത്ത് തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ചികിത്സാ രീതികളും പിന്തുടർന്നു പോകുന്നുണ്ട്. ശരിയാണോ സ്റ്റേറ്റ്മെന്റ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വരുന്ന സമയത്ത് നമ്മൾ ഓടിപ്പോകുന്നത് എങ്ങോട്ടാ? നമ്മൾ വീട്ടിൽ തന്നെ ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുവോ, അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമോ? എന്താ ചെയ്യാം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഹോസ്പിറ്റലിൽ പോവും അല്ലെ? എന്തെങ്കിലും രോഗം വന്നു കഴിയുമ്പോൾ നമ്മൾ ഉടനെ തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലായിരിക്കും എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ പോവുക അല്ലെ? അപ്പോ നമ്മുടെ ഈ നാട്ടില്, നമ്മുടെ ഇന്ത്യയില് നമ്മള് മോഡേൺ മെഡിസിൻ, അതായത് ആധുനിക ചികിത്സാ രീതി, അതായത് ഇംഗ്ലീഷ് മരുന്നുകളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ കൂടിയും അതിന്റെ കൂടെ തന്നെ കുറെ അധികം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ട്രഡീഷണൽ മെഡിക്കൽ പ്രാക്ടീസ് തേടുന്നുണ്ട്. ഈ ട്രഡീഷണൽ മെഡിക്കൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇന്ത്യയില് നമ്മുടെ രാജ്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാല് ഒട്ടുമിക്ക ആളുകളും ഇംഗ്ലീഷ് മരുന്നുകളാണ് കഴിക്കുന്നതെങ്കിൽ കൂടിയും അതിൽ തന്നെ ഏറിയ പങ്കും ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പരമ്പരാഗത ചികിത്സാ രീതികളാണ് ഫോളോ ചെയ്യുന്നത്. നമ്മൾക്ക് തന്നെ അറിയാം, നമ്മുടെ വീട്ടിലെ അപ്പൂപ്പന്മാര് അമ്മൂമ്മമാരൊക്കെ ഉണ്ടല്ലേ, അവരെന്ത് ചെയ്യാറുണ്ട്? അസുഖം വരുമ്പോ തന്നെ ആശുപത്രി പോവാറുണ്ടോ? നമ്മുടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പോകും അല്ലെ, നമ്മുടെ ജനറേഷനിലുള്ള ആളുകൾ പോകും. പക്ഷെ നമ്മുടെ വീട്ടിലുള്ള ഗ്രാൻഡ് പാരന്റ്സ് എന്ത് ചെയ്യാറുണ്ട്? ചില പൊടിക്കൈകളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇല്ലേ? അവരെന്ത് ചെയ്യും? പാടത്തും പറമ്പിൽ നിന്നൊക്കെ പച്ചിലകളും മറ്റു സാധനങ്ങളൊക്കെ പൊട്ടിച്ചരച്ച് അതൊക്കെ കലക്കി കുടിക്കും അല്ലെ? ചുമയോ പനിയോ വന്നു കഴിഞ്ഞാല് നമുക്കറിയാം, ഒരു പനിയോ ചുമയോ വന്നു കഴിഞ്ഞാല് പനിക്കൂർക്ക, തുളസി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അരച്ച് എന്ത് ചെയ്യാറുണ്ട്? അകത്തേക്ക് കഴിക്കാറുണ്ട് അല്ലെ? അപ്പോ ഇതിനെ എന്താ പറയുന്നേ? ട്രഡീഷണൽ മെഡിക്കൽ പ്രാക്ടീസ് എന്നാ പറയുന്നത്. അപ്പൊ നമ്മുടെ കാലത്ത് മോഡേൺ മെഡിസിൻ നിലനിൽക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഹെൽത്ത് കെയർ സിസ്റ്റവും എന്ത് ചെയ്യുന്നുണ്ട്? നിലനിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടില് നിലനിൽക്കുന്ന പോപ്പുലർ ആയിട്ടുള്ള, വളരെ ഫേമസ് ആയിട്ടുള്ള ചില ഹെൽത്ത് കെയർ ട്രഡീഷൻ ഉണ്ട്. അതിനകത്ത് വരുന്ന ചില കാര്യങ്ങളാണ്, ഒന്ന് ആയുർവേദ. ഓക്കെ. പുരാതന കാലം മുതൽക്ക് തന്നെ നമ്മുടെ അമ്മൂമ്മമാരൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് എന്ത്? ആയുർവേദം എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി, നാച്ചുറോപ്പതി. അപ്പൊ ഇത്തരത്തിലുള്ള ട്രഡീഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഹെൽത്ത് കെയർ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ നാട്ടില് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ മോഡേൺ മെഡിസിനോടൊപ്പം തന്നെ കോമ്പീറ്റ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ട്രഡീഷണൽ മെഡിസിൻ ഉള്ളത്. അപ്പൊ ഈ ട്രഡീഷണൽ മെഡിസിൻ, അതായത് ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി, നാച്ചുറോപ്പതി, ഇതൊക്കെ എന്തിന്റെ കീഴിലാ വരുന്നേ? ഇവയെ ഒറ്റ പേരിൽ നമുക്ക് വിളിക്കാൻ പറ്റും, ആയുഷ്. ആയുഷ് എന്ന് കേട്ടിട്ടുണ്ടോ? ആയുഷ് എന്ന് പറയുന്ന ഒരു മന്ത്രാലയം ഉണ്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റില്, നമ്മുടെ ഹെൽത്ത് മിനിസ്ട്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു മന്ത്രാലയമാണെന്ത്? ഈ ആയുഷ് എന്ന് പറയുന്നത്. ഈ ആയുഷ് മന്ത്രാലയത്തിന് കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റംസ് ആണെന്ത്? ആയുർവേദയും യോഗയും യുനാനിയും ഹോമിയോപ്പതിയും നാച്ചുറോപ്പതിയും ഒക്കെ. ഓക്കെ, ക്ലിയർ ആയോ പാരഗ്രാഫ്? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോ ഇതിനകത്ത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാവുന്നത് എന്താണ്? നമ്മുടെ നാട്ടില് നമ്മൾ മോഡേൺ മെഡിസിൻ ഉപയോഗിക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള പോപ്പുലർ ആയിട്ടുള്ള
ഹെൽത്ത് കെയർ സിസ്റ്റം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന മിനിസ്ട്രിയാണ് എന്ത്, ആയുഷ് മന്ത്രാലയം. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന് ഇനീഷ്യേറ്റീവ് എടുത്ത്, അതായത് നമുക്കറിയാം യോഗ ഡേ അല്ലെ, ജൂൺ 21 യോഗ ഡേ അല്ലേ, ആ സമയത്ത് നമുക്കറിയാം രാജ്യത്തെമ്പാടുമുള്ള എല്ലാ സ്ഥലങ്ങളിലും യോഗ ഒരു ഇതായിട്ട് പ്രാക്ടീസ് ചെയ്യാറുണ്ട് അല്ലെ, മസ്റ്റ് ആയിട്ട് ചെയ്യാറില്ലേ? അത് ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ് എടുത്തല്ലേ ചെയ്യുന്നേ. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നേ? അത് ഹെൽത്തുമായിട്ട് കൂടുതൽ റിലേറ്റഡ് ആണ്, അതുകൊണ്ടാണ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ അതാണ് അവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ ആയുഷ് മന്ത്രാലയത്തിന് കീഴിലാണ് ഇത്തരത്തിലുള്ള ട്രഡീഷണൽ ഹെൽത്ത് പ്രാക്ടീസ് ഒക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് മൊത്തമായിട്ട് എല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. ആയുർവേദയുടെ എ എടുത്തിട്ടുണ്ട്, യോഗയുടെ വൈ എടുത്തിട്ടുണ്ട്, യുനാനിയുടെ യു എടുത്തിട്ടുണ്ട്, സിദ്ധയുടെ എസ് എടുത്തിട്ടുണ്ട്, ഹോമിയോപ്പതിയുടെ എച്ച് എടുത്തിട്ടുണ്ട്. അങ്ങനെ ആദ്യത്തെ ലെറ്റർ എടുത്തിട്ടാണ് ആയുഷ് എന്ന് പറയുന്ന ആ ഒരു പേര് ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത് പറഞ്ഞോട്ടെ. അപ്പൊ നമുക്ക് ആദ്യം ആയുർവേദ എന്താണെന്ന് നോക്കാം. ആയുർവേദ മീനിങ് സയൻസ് ഓഫ് ലൈഫ്. മീനിങ് സയൻസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ശാസ്ത്രം എന്നാണ് കേട്ടോ. ജീവിത ശാസ്ത്രം അല്ലെങ്കിൽ ജീവിതത്തിന്റെ ശാസ്ത്രം എന്നാണ് ആയുർവേദയുടെ അർത്ഥം. സിസ്റ്റം ഡീൽസ് വിത്ത് ദ കോസസ്, സിംപ്റ്റംസ്, diagnosis and treatment based on all aspects of well-being, mental, physical and spiritual. ആയുർവേദ എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയാ, ഈ ആയുർവേദ എന്ന് പറയുന്ന ആ ഒരു സയൻസ് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നത് പല കാര്യങ്ങളാണ്. അതായത് രോഗത്തിന്റെ പലതരത്തിലുള്ള കാരണങ്ങള്, രോഗത്തിന്റെ ലക്ഷണങ്ങള്, രോഗനിർണയം, ചികിത്സ, അതായത് എല്ലാ തരത്തിലുള്ള മനുഷ്യന്റെ ശാരീരികവും അതുപോലെ തന്നെ മാനസികവും ആത്മീയവുമായിട്ടുള്ള എല്ലാത്തരം രോഗങ്ങളെ കുറിച്ചും എല്ലാത്തരം ലക്ഷണങ്ങളെ കുറിച്ചും രോഗനിർണയത്തെ കുറിച്ചും പഠിക്കുന്ന ശാസ്ത്രീയ ശാഖയെയാണ് ആയുർവേദം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മുടെ ശരീരമായാലും നമ്മുടെ മനസ്സായാലും ആത്മാവായാലും എല്ലാം വെൽബീയിങ് ആക്കാനുള്ള ഒരു ചികിത്സയെ നമുക്ക് എന്ത് പറയാം, ആയുർവേദം എന്ന് പറയും. ഓക്കെ, അതായത് രോഗിക്ക് ഈ ആയുർവേദത്തിൽ മരുന്ന് മാത്രമല്ല കൊടുക്കുന്നത്, അതായത് ശരീരത്തിനുള്ള മരുന്ന് മാത്രമല്ല കൊടുക്കുന്നത്, മറിച്ച് ആ രോഗിയുടെ മനസ്സിനെയും ആത്മാവിനെയും കൂടുതൽ ഡെവലപ്മെന്റിലേക്ക് നയിക്കുന്ന ഒരു ശാസ്ത്രമാണെന്ത്, ആയുർവേദം എന്ന് പറയുന്നത്. നമ്മുടെ പ്രകൃതിയില് പഞ്ചമഹാഭൂതാസ് ഉണ്ട്. പഞ്ചമഹാഭൂതാസ് ഏതൊക്കെയാണെന്ന് അറിയാമോ ആർക്കെങ്കിലും? പഞ്ചമഹാഭൂതാസ് കേട്ടിട്ടുണ്ടോ? എന്തൊക്കെയാ? എർത്ത് ഉണ്ട് അല്ലെ, എർത്ത് ഉണ്ട്, അതുപോലെ വാട്ടർ ഉണ്ട്, എയർ ഉണ്ട്, ഫയർ ഉണ്ട്, പിന്നെ സ്പേസ് ഉണ്ട് അല്ലെ. എർത്ത്, വാട്ടർ, ഫയർ, എയർ, സ്പേസ്, 5 എണ്ണം. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എർത്ത്, വാട്ടർ, ഫയർ, എയർ, സ്പേസ്, ഇതാണ് പഞ്ചമഹാഭൂതാസ്. ജസ്റ്റ് കേട്ടിരുന്നാ മതി കേട്ടോ, എഴുതിയൊന്നും എടുക്കണ്ട, ജസ്റ്റ് കേട്ടിരുന്നാ മതി. അതിന്റെ ഒരു ബേസിക് എലമെന്റ് എന്താണെന്ന് പറഞ്ഞു വരുന്നതാണ് കേട്ടോ. അപ്പൊ ഈ പഞ്ചമഹാഭൂതാസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടെന്നാ പറയുന്നേ. ഓക്കെ, പഞ്ചമഹാഭൂതാസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടെന്ന് ആയുർവേദമാണ് പറയുന്നത്. ഈ ബോഡിയില് ഈ പഞ്ചമഹാഭൂതാസ് 3 കമ്പോണൻസിലാണ് ഉള്ളത്, 3 കമ്പോണന്റ് ആയിട്ടാണ്. അതൊന്ന് വാദം, പിത്തം, കഫം. കേട്ടിട്ടുണ്ടോ ആയുർവേദത്തില് വാദം, പിത്തം, കഫം? ആ, അപ്പൊ ആയുർവേദ ശാസ്ത്രം അനുസരിച്ച് നമ്മുടെ പ്രകൃതിയിലുള്ള പഞ്ചമഹാഭൂതാസ് മനുഷ്യ ശരീരത്തിൽ വാദമായും പിത്തമായും കഫമായും കാണപ്പെടുന്നു. ഓക്കെ, ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് രോഗം ഉണ്ടാകുന്നത്. ശരിക്കും പറഞ്ഞാല് വാദത്തിന്റെയും പിത്തത്തിന്റെയും കഫത്തിന്റെയും റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്, ഈക്വൽ ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കേണ്ടത്. പക്ഷെ മനുഷ്യ ശരീരത്തിൽ എന്തുണ്ടാവും, ഏതിലെങ്കിലും ഒന്നില് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. ചിലപ്പം കഫം കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ വാദം കൂടുതലായിരിക്കാം, പിത്തം കൂടുതലായിരിക്കാം. ഈ അവസ്ഥയിൽ വരുമ്പോൾ നമുക്ക് എന്തുണ്ടാകും, രോഗമുണ്ടാകും.
ഓക്കെ, അതിനെയാണ് ആയുർവേദം രോഗാവസ്ഥയായിട്ട് കാണുന്നത്. മനസ്സിലായോ? വിളിക്കുന്നുണ്ടല്ലോ ആരോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമുക്ക് രോഗം ഉണ്ടാവുന്നതെന്നാണ് ആയുർവേദ ശാസ്ത്രം പറയുന്നത്. അപ്പൊ ആയുർവേദ ശാസ്ത്രം അനുസരിച്ച് പല രീതിയിലുള്ള രോഗനിർണയങ്ങളുണ്ട്, പലതരത്തിലുള്ള മരുന്നുകളുണ്ട്. ഈ മരുന്നുകൾ എന്ന് പറയുമ്പോൾ ആയുർവേദത്തിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പ്ലാന്റ്സ് ആണ്, അല്ലെ? സസ്യങ്ങൾ, അല്ലെ? മരങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയാ ചെടികള്, ഇതിൽ നിന്നൊക്കെയാണ് ഇത് ഉണ്ടാക്കുന്നത്, ആയുർവേദത്തിൽ മരുന്നുകൾ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇത് രോഗിക്ക് കൊടുക്കുന്നു. കുറേയധികം, അതായത് പെട്ടെന്നൊന്നും ചിലപ്പോൾ എന്ത് ചെയ്യില്ല, എഫക്റ്റ് കിട്ടണമെന്നില്ല, രോഗം മാറണമെന്നില്ല. സമയം എടുത്തിട്ടായിരിക്കും എന്ത് മാറുന്നേ, രോഗിയുടെ അസുഖാവസ്ഥ മാറുന്നു. ഓക്കെ, അപ്പൊ അത് തുല്യമായ അനുപാതത്തിൽ തുല്യമായ അളവിൽ മരുന്നുകള് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും രോഗി സുഖപ്പെടുമെന്നാണ് ആയുർവേദ ശാസ്ത്രം പറയുന്നത് കേട്ടോ. അപ്പൊ ആയുർവേദം പറയുന്നതിനനുസരിച്ച് രോഗിയുടെ ശരീരത്തിന് മാത്രമല്ല, രോഗിയുടെ മനസ്സിനും ആത്മാവിനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് ആയുർവേദ. ക്ലിയർ ആണോ? ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ, അപ്പൊ ആയുർവേദം പറയുന്നത്, അതായത് ഒരു രോഗിയുടെ, ഒരു മനുഷ്യ ശരീരത്തില് ഒരു രോഗിയുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള രോഗകാരണങ്ങള്, ലക്ഷണങ്ങള്, അതുപോലെ രോഗനിർണയം, ചികിത്സ എന്നിവയെ കുറിച്ചിട്ടുള്ള ശാസ്ത്രമാണെന്ത്, ആയുർവേദം എന്ന് പറയും. ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ, കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകണ്ട. ഇനി നമുക്ക് അടുത്തത് നോക്കാം, യോഗ. യോഗ ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ആരുമില്ല? ഉണ്ട്. യോഗ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ചികിത്സയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങള്. പല രോഗങ്ങളും വരാതിരിക്കാനായിട്ട് നമ്മൾ മുൻകൂട്ടി ചെയ്യുന്ന ഒരു അഭ്യാസമല്ലേ യോഗ? ചിന്തിച്ചു നോക്കിയിട്ടുണ്ടാവും. രോഗങ്ങൾ വന്നു കഴിഞ്ഞിട്ടും ചെയ്യാറുണ്ട്, രോഗങ്ങൾ വരാതിരിക്കാനും വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്, അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം എന്താണ് യോഗയെ കുറിച്ച് പറയുന്നത്. യോഗ ഈസ് ബോത്ത് എ സയൻസ് ആൻഡ് ആൻ ആർട്ട് ദാറ്റ് പ്രൊമോട്ട്സ് ഹെൽത്തി ലിവിങ് ഫിസിക്കലി, മെന്റലി, മോറലി ആൻഡ് സ്പിരിച്വലി. അതായത് നമ്മുടെ ശരീരം, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ, നമ്മുടെ മനസ്സ്, അതുപോലെ തന്നെ നമ്മുടെ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങള് എല്ലാം വളരെ സുഖമായിട്ട് കംഫർട്ടബിൾ ആക്കി വെക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന വ്യായാമങ്ങളും ധ്യാനങ്ങളുമാണ് എന്ത്, യോഗയിൽ വരുന്നത്. അതായത് സ്ത്രീകൾക്കൊക്കെ പ്രത്യേകിച്ച് പറയുവാണെങ്കിൽ പലതരത്തിലുള്ള ഹോർമോണൽ ഇംബാലൻസ് ഉണ്ട്. PCOD, PCOS, തൈറോയ്ഡ് പോലുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, അല്ലെ? അപ്പൊ അതിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് സഹായിക്കുന്നതാണ്, യോഗാസനങ്ങൾ സഹായിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ യോഗ എന്ന് പറയുന്നത് ഒരു സയൻസ് ആണ്, മറിച്ച് അതൊരു ആർട്ട് കൂടിയാണ്. അതൊരു കലാരൂപമായിട്ട് നമ്മൾ ഒരു ആർട്ട് ഫോം ആയിട്ട് എടുക്കാറുണ്ട്. പലതരത്തിലുള്ള യോഗാസനങ്ങൾ ഉണ്ട്, അല്ലെ? പോസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്, അല്ലെ? ശവാസനം, പ്രാണായാമം പോലുള്ള പലതരത്തിലുള്ള ആസനങ്ങളൊക്കെ ഉണ്ട്. ഇത് ചെയ്യുന്നത് വഴി നമ്മുടെ ഹെൽത്ത്, അല്ലെങ്കിൽ നമ്മുടെ ബോഡി കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആകാനും അതുവഴി പല രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യാനും യോഗയ്ക്ക് സാധിക്കും. ഓക്കെ, അപ്പോ ഈ യോഗ എന്ന് പറയുന്നത് ഫിസിക്കലി, മെന്റലി, മോറലി, സ്പിരിച്വലി നമ്മുടെ ബോഡിയെ ഡെവലപ്മെന്റിലേക്ക് നയിക്കുന്ന ഒരു ഹെൽത്ത് കെയർ സിസ്റ്റമാണ്. മനസ്സിലായല്ലോ? അടുത്തത് യുനാനിയാണ്. യുനാനി കേട്ടിട്ടുണ്ടോ? യുനാനി എന്താണെന്ന് നോക്കാം നമുക്ക്, അല്ലേ? Unani system of medicine thrives in promotion of health, prevention of disease and cure. അതായത് രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വന്നാൽ ചികിത്സിക്കുകയും ചെയ്യുന്ന ഒരു ചികിത്സാ സംവിധാനമാണ് യുനാനി എന്ന് പറയുന്നത്. യുനാനി മെഡിസിൻസ് ഉണ്ട്. ഞാൻ നേരത്തെ ആയുർവേദയിൽ പറഞ്ഞതുപോലെ തന്നെ യുനാനിയിലും വാദം, പിത്തം, കഫം അങ്ങനെ 3 കമ്പോണൻസ് ഉണ്ട്. ഈ 3 കമ്പോണൻസിൽ ഏതെങ്കിലും ഒന്നിലെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുകയാണെങ്കിലാണ് എന്തുണ്ടാവുന്നത്, രോഗം ഉണ്ടാകുന്നത്. ഇനി രോഗം വന്നു കഴിഞ്ഞാല് അതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളും മറ്റുമൊക്കെ യുനാനി മെഡിസിനിൽ കൊടുക്കും. അതിനനുസരിച്ച് പതുക്കെ പതുക്കെയാണ് എന്ത് ചെയ്യുന്നത്, രോഗിയെ സുഖപ്പെടുത്തി കൊണ്ടുവരുന്നത്.
ഓക്കെ, ദാറ്റ് ഈസ് യുനാനി സിസ്റ്റം. ഓക്കെ അല്ലേ? രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വന്നാൽ ചികിത്സിക്കുകയും ചെയ്യുന്ന സമ്പ്രദായമാണെന്ത് യുനാനി സിസ്റ്റത്തിന് ഉള്ളത്. ദെൻ അടുത്തത് സിദ്ധ സിസ്റ്റം ആണ് കേട്ടോ. സിദ്ധ സിസ്റ്റം നമുക്ക് നോക്കാം എന്താ പറയുന്നതെന്ന്. The Siddha system attempts to define disease as the condition in which the normal equilibrium of the 5 elements in human beings that result in different forms of discomfort. അതായത് ശരീരത്തില് ഞാൻ നേരത്തെ പറഞ്ഞ കമ്പോണൻസ് ഉണ്ട്, എല്ലാത്തിലും ഈ വാദം, പിത്തം, കഫം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ശരീരത്തില് എല്ലാരും എന്ത് വേണം? ഈക്വൽ ആയിട്ടായിരിക്കണം ഉണ്ടാവേണ്ടത്. ആ ഇക്വലിബ്രിയത്തിൽ അല്ലെങ്കിൽ ആ ഒരു എന്തെങ്കിലും ഒരു അളവിൽ എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? രോഗം വരും. ഇപ്പോ നേരത്തെ ഞാൻ പറഞ്ഞു വാത, പിത്ത, കഫ. അതിനകത്ത് കഫത്തിന്റെ അളവ് കൂടുതലാണെങ്കിൽ നമുക്ക് എപ്പോഴും ശ്വാസം മുട്ട് അല്ലെങ്കിൽ കഫക്കെട്ട്, അങ്ങനെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള നീർക്കെട്ട് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോ അതിന്റെ അളവ് മറ്റ് 2 കാര്യങ്ങളുടെ അളവിനോട് എന്ത് ചെയ്യണം? ഈക്വൽ ആയിട്ട് നിന്നാൽ മാത്രമാണ് നമ്മുടെ ആരോഗ്യം ഒരു ഹെൽത്തി കണ്ടീഷനിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോ ഇവിടെ പറയുന്നത് ശരീരത്തിലുള്ള ഈ കമ്പോണൻസ് ശരിയായി ഈക്വൽ അല്ലെങ്കിൽ രോഗം വരും എന്നാണ് സിദ്ധ സിസ്റ്റത്തിൽ പറയുന്നത്. സിദ്ധ എന്ന് പറയുന്നത് ഒരു തമിഴ് കൾച്ചറിൽ നിന്ന് വന്ന ഒരു ഫോം ആണ് കേട്ടോ. ഹെൽത്ത് കെയർ സിസ്റ്റം ആണ്. തമിഴ് കൾച്ചറിൽ നിന്നാണ് അത് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ സിദ്ധ സിസ്റ്റം പറയുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ട്. അതായത് ഫുഡാണ് മെഡിസിൻ എന്നാണ് പറയുന്നത്. നമ്മൾ കഴിക്കുന്ന ഫുഡിനനുസരിച്ചിട്ടാണ് നമ്മുടെ ആരോഗ്യം നമ്മൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കൂ. നമ്മള് ചീത്തയായിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്നതെങ്കിൽ അതെന്ത് ചെയ്യും? നമ്മളെ രോഗങ്ങളിലേക്ക് കൊണ്ടുപോകും എന്നാണ് സിദ്ധ പറഞ്ഞ് വെക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഇനി ഒരെണ്ണം കൂടിയുണ്ട്, നാച്ചുറോപ്പതി ആണ് കേട്ടോ. Naturopathy believes that all diseases arise owing to accumulation of morbid matter in the body, and if scope is given for its removal, it's provide cure or relief. അതായത് നാച്ചുറോപ്പതി പറയുന്നതനുസരിച്ച് ശരീരത്തില് വേസ്റ്റ് കൂടുമ്പോഴാണ് എന്ത് വരുന്നേ? രോഗം വരുന്നതെന്നാണ് നാച്ചുറോപ്പതി പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ശരീരത്തില് വേസ്റ്റ് കൂടുതൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരം പല രോഗലക്ഷണങ്ങൾ കാണിക്കും. നമ്മുടെ ശരീരത്തിൽ നിന്ന് വേസ്റ്റ് എപ്പോഴാണോ റിമൂവ് ചെയ്ത് കളയുന്നത് അപ്പോ നമുക്ക് രോഗം മാറുമെന്നാണ് എന്ത് പറയുന്നത്? നാച്ചുറോപ്പതി പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി. നമുക്ക് കഫക്കെട്ട് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തില് അല്ലെ മൊത്തം കഫമായിരിക്കും അല്ലെ, ശ്വാസകോശത്തിലും അതുപോലെ സൈനസിന്റെ ഏരിയയിലൊക്കെ കഫമായിരിക്കുള്ളൂ. ഈ കഫം നമ്മള് പുറത്തേക്ക് കളഞ്ഞാൽ മാത്രമാണ് എന്ത് ചെയ്യുക? നമുക്ക് അസുഖം മാറുള്ളൂ അല്ലെ. പുറത്തേക്ക് പോയില്ലെങ്കിൽ അത് അവിടെ തന്നെ കിടന്ന് മറ്റു പല അസുഖങ്ങളിലേക്ക് നമ്മളെ നയിക്കും. അതാണ് ഇവിടെയും പറയുന്നത്. അപ്പൊ നാച്ചുറോപ്പതി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ശരീരത്തില് വേസ്റ്റ് കൂടുമ്പോഴാണ് എന്ത് വരുന്നത്? രോഗം വരുന്നത്. അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാല് രോഗം മാറുകയും ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോ ഇത് അത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല കേട്ടോ. അതാണ് ഞാനിങ്ങനെ ജസ്റ്റ് ഇതിന്റെ ഒരു ഇത് പറഞ്ഞു തന്നത്. ഇതെന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഇമ്പോർട്ടന്റ് ഏരിയകളൊക്കെ താഴെ വരുന്നതേ ഉള്ളൂ. അപ്പോ ആയുർവേദ എന്താണെന്ന് അറിഞ്ഞിരിക്കുക, യോഗ, യുനാനി സിസ്റ്റം, സിദ്ധ സിസ്റ്റം, നാച്ചുറോപ്പതി. അടുത്തത് എടുത്തോട്ടെ. ഓക്കെ, നെക്സ്റ്റ് മോഡേൺ അലോപ്പത്തിക് ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. ആധുനിക ചികിത്സാ രീതികൾ, ഇന്ത്യയിലെ ആധുനിക ചികിത്സാ രീതികളെ കുറിച്ചിട്ടാണ് പറയുന്നത്. The modern allopathic healthcare system in India includes a public sector, private sector,
ആൻഡ് ആൻ ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ്. അതായത് നമ്മുടെ ആധുനിക ചികിത്സാ രീതി, അതായത് നമ്മുടെ ഇന്ത്യയില് പിന്തുടരുന്ന ആധുനിക ചികിത്സാ രീതികളില് 3 വിഭാഗം ആളുകളെയാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. നമ്മുടെ ഇന്ത്യയില് നിലനിന്ന് പോരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും പിന്തുടർന്ന് പോരുന്ന ഒരു ആരോഗ്യ സംവിധാനത്തെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. 3 തരത്തിലാണ് അത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് പബ്ലിക് സെക്ടർ. പബ്ലിക് സെക്ടർ എന്ന് പറഞ്ഞാല് നമ്മുടെ ആരോഗ്യ സംവിധാനത്തില് സർക്കാർ ആശുപത്രികളെയാണ് എന്ത് പറയുന്നത്, പബ്ലിക് സെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നൊന്ന് പ്രൈവറ്റ് സെക്ടർ ആണ്. പ്രൈവറ്റ് സെക്ടർ എന്ന് പറഞ്ഞപ്പോ എന്തായിരിക്കും, ഒന്ന് ഗസ് ചെയ്തേ. പ്രൈവറ്റ് സെക്ടർ എന്തായിരിക്കും? പബ്ലിക് സെക്ടർ സർക്കാർ ആശുപത്രികളാണ്, ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ആണ്. അപ്പൊ പ്രൈവറ്റ് സെക്ടറോ എന്തായിരിക്കും? കമന്റ് ചെയ്തേ. കിട്ടുന്നില്ല? പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആണ് കേട്ടോ. നമ്മുടെ ഇന്ത്യയില് ഇപ്പോഴും നിലനിൽക്കുന്ന അല്ലെങ്കിൽ പിന്തുടർന്ന് പോരുന്ന ചികിത്സാ സംവിധാനം എന്ന് പറയുന്നത് ഒന്ന് പബ്ലിക് സെക്ടർ അഥവാ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്, 2 പ്രൈവറ്റ് സെക്ടർ അഥവാ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്, 3 ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ്. അതായത് എന്താണ്, ചെറിയ ക്ലിനിക്കുകള്, നാട്ടുവൈദ്യം പോലുള്ള കാര്യങ്ങളെയാണ് എന്ത് പറയുന്നത്, ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ 3 തരത്തിലുള്ള ചികിത്സാ രീതികൾ അല്ലെങ്കിൽ ചികിത്സാ സംവിധാനങ്ങൾ എവിടെയുണ്ട്, നമ്മുടെ ഇന്ത്യയില് നമ്മൾ പിന്തുടർന്ന് പോരുന്നുണ്ട്. ഒന്ന് സർക്കാർ ആശുപത്രി, 2 പ്രൈവറ്റ് ആശുപത്രി, 3 ചെറിയ ക്ലിനിക്കുകൾ അല്ലെങ്കിൽ നാട്ടുവൈദ്യം പോലുള്ള കാര്യം. ക്ലിയർ ആണോ? ഇതാണ് മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ വരുന്ന 3 പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഓക്കെ. ഇനി നമുക്ക് എന്താണ് ഇവിടെ പറയുന്നത് നോക്കാം. India's health system can be categorized into 3 distinct phases. അതായത് നമ്മുടെ ഇന്ത്യയുടെ ഹെൽത്ത് സിസ്റ്റത്തിനെ 3 പ്രധാനപ്പെട്ട ഘടകങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിനകത്ത് 3 പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത് 3 പ്രധാനപ്പെട്ട സ്റ്റേജുകളിലായിട്ട് എന്തൊക്കെ ഡെവലപ്മെന്റുകളാണ് നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ഉണ്ടായിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഒരു സെക്കൻഡേ. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തില്, നമ്മുടെ ഇന്ത്യയിലെ ഹെൽത്ത് കെയർ സിസ്റ്റത്തെ 3 പ്രധാനപ്പെട്ട സ്റ്റേജുകളായിട്ട് തരംതിരിച്ചിരിക്കുന്നു. അത് ഒന്നാമത്തെ സ്റ്റേജ് തുടങ്ങുന്നത് ഇൻ ദ ഇനീഷ്യൽ ഫേസ് ഓഫ് 1947-1983. അതായത് നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലയളവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓർത്തു നോക്കിയാൽ അറിയാം 1947 ആണ് അല്ലെ. ആ 1947 തൊട്ട് 1983 വരെ എന്തായിരുന്നു നമ്മുടെ ഇന്ത്യയില് പിന്തുടർന്നു വന്നിരുന്ന ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ. In the initial phase of 1947-1983, health policy was to be based on two broad principles. One, none should be denied health care because of the lack of pay. Second, it was the moral duty of the state to provide health care to the people. This phase saw moderate achievements. ഓക്കെ. അപ്പൊ ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത്, ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് 1947 തുടങ്ങി 1983 വരെയുള്ള കാലഘട്ടമാണ്. ആ കാലഘട്ടത്തില് പ്രധാനമായിട്ടും ഇന്ത്യയുടെ ഹെൽത്ത് പോളിസി എന്ന് പറഞ്ഞാല് 2 പ്രധാനപ്പെട്ട തത്വങ്ങളെയാണ് ആശ്രയിച്ച് നിൽക്കുന്നത്. എന്താണ് ആ 2 പ്രധാനപ്പെട്ട തത്വങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അതിനകത്ത് ആദ്യത്തേതാണ് none should be denied health care because of the lack of pay. ഓക്കെ. അതായത് ആർക്കും പണമില്ലാത്തത് കൊണ്ട് ചികിത്സ നിഷേധിക്കാൻ പാടില്ല. നമുക്കറിയാം ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് 1947-1983 ആണ്. ഈ ഒരു സ്റ്റേജില് 1947 എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടേ ഉള്ളൂ അല്ലെ. 1947 1947 വരെ നമ്മളെ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരാണ്. എല്ലാവർക്കും അറിയാലോ.
ബ്രിട്ടീഷുകാരാണ് നമ്മളെ ഭരിച്ചിരുന്നത്. ആ സമയത്ത് വളരെയധികം പട്ടിണി പാവങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ധാരാളം കുഗ്രാമങ്ങൾ ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിലുണ്ട്, അന്നും കുറെ അധികം ഉണ്ടായിരുന്നു. അപ്പൊ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ കൂടുതൽ പണമുള്ള ആളുകൾ, അതായത് ജന്മികൾക്കും അതുപോലെ തന്നെ പ്രഭുക്കന്മാർക്കും ഒക്കെയാണ് എന്തുണ്ടായിരുന്നത്, ചികിത്സ ഉണ്ടായിരുന്നത്. കാരണം അവർക്കാണ് പൈസ കയ്യിലുണ്ടായിരുന്നത്. പൈസ ഇല്ലാത്ത സാധാരണക്കാര്, കർഷകര്, ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ധാരാളം നരകയാതനകൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ചികിത്സ കിട്ടാതെ. അല്ലാതെ കുറെ അധികം ആളുകൾ, കുറെ അധികം കുട്ടികളൊക്കെ മരിച്ചിട്ടുള്ള സംഭവങ്ങള് ആ സമയത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന് നിർബന്ധം ഉണ്ടായിരുന്നു, ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാൾക്ക് പോലും പൈസ ഇല്ലാത്തത് മൂലം ചികിത്സ നിഷേധിക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഹെൽത്ത് പോളിസി ആദ്യം ഇറക്കുന്ന സമയത്ത് ഇന്ത്യ ഗവൺമെന്റ് പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ച ആശയമാണെന്ത്, പണമില്ലാത്തത് മൂലം ആർക്കും ചികിത്സ കിട്ടാതിരിക്കരുത്. അതാണ് ആദ്യത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇനി രണ്ടാമത്തേത് എന്താണെന്ന് നോക്കാം. It was the moral duty of the state to provide health care to the people. This phase saw moderate achievements. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ ഡ്യൂട്ടിയാണ് എന്ത് കൊടുക്കുക, ആളുകൾക്ക് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. അതായത് രാജ്യം അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഡ്യൂട്ടിയാണ് എന്ത് കൊടുക്കുക, ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഹെൽത്ത് കെയർ കൊടുക്കുക എന്നുള്ളത്. ചികിത്സ സൗജന്യമാക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ഡ്യൂട്ടി ആയിട്ട് ഗവൺമെന്റ് കണ്ടു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ബ്രിട്ടീഷ് ഗവൺമെന്റ് പോയ സമയത്തായിരുന്നു ഈ ഒരു പുതിയ പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആളുകളെ, അതായത് നമുക്കറിയാലോ, നമ്മൾ ഹിസ്റ്ററി ഒക്കെ പഠിച്ചിട്ടുള്ള ആളുകളാണ്, തീർത്തും നമ്മുടെ രാജ്യത്തെ കൊള്ളയടിച്ചിട്ടാണ് അവർ പോയത്. നമ്മുടെ കയ്യിലുള്ള സമ്പാദ്യങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, അവർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആളുകളുടെ കയ്യിലൊന്നും എന്തില്ല, പൈസ ഇല്ല. അപ്പൊ ഗവൺമെന്റ് ആയാലും മറ്റു രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്തിട്ടായാലും എന്ത് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു, ആളുകൾക്ക് സൗജന്യ ചികിത്സ കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. മാറി വരുന്ന ഓരോ ഗവൺമെന്റുകളും ആളുകൾക്ക് സൗജന്യ ചികിത്സ നൽകണമെന്ന് ഗവൺമെന്റ് ഒരു പോളിസി ഇറക്കുകയുണ്ടായി. മനസ്സിലായോ? ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് പിന്തുടർന്ന് പോരുന്നില്ലേ? സർക്കാർ ആശുപത്രികളിൽ നമുക്ക് സൗജന്യ ചികിത്സ കിട്ടുന്നില്ലേ? അപ്പോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ സ്റ്റേജില് രണ്ട് പ്രധാനപ്പെട്ട തത്വങ്ങളാണ് ഗവൺമെന്റ് കൊണ്ടുവന്നത്. ഒന്ന്, പൈസ ഇല്ലാത്തത് മൂലം ആർക്കും ചികിത്സ നിഷേധിക്കാൻ പാടില്ല. രണ്ട്, സ്റ്റേറ്റിന്റെ ഡ്യൂട്ടിയാണ് പബ്ലിക്കിന് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുക എന്നത്. അതുപോലെ തന്നെ ഈ സമയത്ത് കുറച്ചുകൂടി മോഡറേറ്റ് ആയിട്ടുള്ള, അതായത് കുറച്ചുകൂടി പുരോഗതി ഉണ്ടായി. കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ ഗവൺമെന്റ് ഇടപെട്ട് ആളുകൾക്ക് കൊടുക്കാനും സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ പോയിന്റ്. സ്പീഡ് കൂടുന്നില്ലല്ലോ? കുഴപ്പമുണ്ട് ഇല്ലല്ലോ? ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. സെക്കൻഡ് ഫേസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻ ദ സെക്കൻഡ് ഫേസ് ഓഫ് 1983-2000, a national health policy was proclaimed for the first time 1983, which pronounced clearly the need to encourage private initiative in healthcare service delivery. The policy also intensified the access to publicly funded primary health care, facilitating expansion of health facilities in rural areas through national health programs, NHPs. Okay, എന്താണെന്ന് പറഞ്ഞുതരാം കേട്ടോ, ഒരു സെക്കൻഡേ. അപ്പൊ ആദ്യത്തെ ഫേസ് നമ്മൾ പറഞ്ഞത് 1947 to 1983 ആണ്. ഇനി രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് 1983 തുടങ്ങി 2000 വരെയാണ്. ഓക്കെ, അപ്പൊ ഈ സെക്കൻഡ് സ്റ്റേജില് ഒരു ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു നാഷണൽ ഹെൽത്ത് പോളിസി പ്രൊക്ലെയിം ചെയ്തു 1983 കേട്ടോ. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണേ. 1983 ഇന്ത്യയില് ആദ്യമായി ദേശീയ ആരോഗ്യ നയം അഥവാ നാഷണൽ ഹെൽത്ത് പോളിസി പ്രൊക്ലെയിം ചെയ്തത്.
അണ്ടർലൈൻ ചെയ്യുക. ഓക്കെ, ചെയ്തോ? അണ്ടർലൈൻ ചെയ്തോ? ആ ഓക്കെ. അപ്പൊ 1983 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു നാഷണൽ ഹെൽത്ത് പോളിസി പ്രൊക്ലെയിം ചെയ്തു. ഈ നാഷണൽ ഹെൽത്ത് പോളിസിയുടെ ബേസില് ഗവൺമെന്റ് ചില കാര്യങ്ങള് പറഞ്ഞു. എന്താണ് ആ കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ആ അണ്ടർലൈൻ ചെയ്യണം കേട്ടോ, അണ്ടർലൈൻ ചെയ്യണം. ആ ഇയർ ചോദിക്കാം, 1983 ഇയർ ചോദിക്കാം, അതുകൊണ്ട് അണ്ടർലൈൻ ചെയ്യുക. നമ്മൾ ആദ്യത്തെ ഫേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റേറ്റിന്റെ ഡ്യൂട്ടിയാണ് ആളുകൾക്ക് ഹെൽത്ത് കെയർ കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, പക്ഷെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോ സ്റ്റേറ്റിന് മനസ്സിലായി സ്റ്റേറ്റിന് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എല്ലാ കാര്യങ്ങളും കൂടി ഒരുമിച്ച് ചെയ്യാനായിട്ട് പറ്റില്ല. എല്ലാവരിലേക്കും എന്ത് ചെയ്യില്ല, ശ്രദ്ധ എത്തില്ല. ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ധാരാളം പ്രദേശങ്ങളുണ്ട്, ധാരാളം ആളുകളുണ്ട്. അറ്റ് എ ടൈമിൽ അവരെയൊക്കെ ശ്രദ്ധിക്കാനായിട്ട് ഗവൺമെന്റിന് പറ്റിയെന്ന് വരില്ല. അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്തു? എന്താണ്? ഓ ടെക്സ്റ്റ് ഇല്ലല്ലേ? ഓ മറന്നുപോയി കേട്ടോ. സാരില്ല, നോട്ടിലൊന്ന് കുറിച്ച് വെച്ചാൽ മതി കേട്ടോ. 1983 നാഷണൽ ഹെൽത്ത് പോളിസി ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. എന്റെ ടെക്സ്റ്റ് കിട്ടുമ്പോ അണ്ടർലൈൻ ചെയ്താൽ മതി. ഞാൻ പെട്ടെന്ന് മറന്നുപോയി നിങ്ങൾക്ക് ടെക്സ്റ്റ് ഇല്ല എന്നുള്ളത്. ആ അപ്പൊ പറഞ്ഞു വന്നത് ഇതാണ്, സ്റ്റേറ്റിന് എന്ത് പറ്റില്ല, ഒറ്റയ്ക്ക് ഈ എല്ലാ ആളുകളെയും ശ്രദ്ധിക്കാനും ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തേക്കും ശ്രദ്ധ വ്യാപിക്കാനും ഒന്നും ഗവൺമെന്റിന് ഒറ്റയ്ക്ക് പറ്റില്ല. അപ്പൊ ഗവൺമെന്റ് ഒരു കാര്യം തീരുമാനിച്ചു, സ്വകാര്യ മേഖലയിലുള്ള ആളുകളെ കൂടി ഹെൽത്ത് കെയർ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ. അതായത് ഈ പോളിസി, ഈ ഹെൽത്ത് കെയർ പോളിസി അനുസരിച്ച് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും ക്ലിനിക്കുകളും ആരോഗ്യ മേഖലകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് ഗവൺമെന്റ് പ്രൊക്ലെയിം ചെയ്തു. ഓക്കെ, അതോടുകൂടിയാണ് ഇന്ത്യയില് പ്രൈവറ്റ് ഹോസ്പിറ്റലുകള് ധാരാളം വരാനായിട്ട് തുടങ്ങിയത്. ഏത് കാലഘട്ടത്തില്? 1983 തുടങ്ങി 2000 വരെ. ഓക്കെ, നമ്മളിപ്പോ കാണുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലുകളൊക്കെ എന്തിന്റെ ഭാഗമായിട്ട് വന്നതാ? നാഷണൽ ഹെൽത്ത് പോളിസിയുടെ ഭാഗമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് നമ്മൾ ഇപ്പോ നമ്മുടെ മുക്കിനും മൂലയിലും കാണുന്ന ഓരോ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ. മനസ്സിലായോ? അപ്പൊ എന്ത് ചെയ്യണ്ട, സ്റ്റേറ്റിന് മാത്രമായിട്ട്, സർക്കാർ ആശുപത്രികൾ മാത്രമായിട്ട് എന്ത് ചെയ്യണ്ട, സേവനം കൊടുക്കണ്ട. സ്വകാര്യ മേഖലയിൽ നിന്നുള്ള വ്യക്തികളും ആളുകളും പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ആരംഭിച്ച് അവിടെയും എന്ത് ചെയ്യാം, സർക്കാർ ആശുപത്രികൾ കൊടുക്കുന്ന അതേ സേവനം തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ കൊടുക്കാമെന്ന് ഗവൺമെന്റ് തീരുമാനിച്ചു. അതിന്റെ ബേസിലാണ് എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും എസ്റ്റാബ്ലിഷ് ആവാനായിട്ട് തുടങ്ങിയത്. അപ്പൊ ഏത് പോളിസിയുടെ ബലത്തിലാണ്? നാഷണൽ ഹെൽത്ത് പോളിസിയുടെ ബേസിലാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ഇന്ത്യയിൽ വരാനായിട്ട് തുടങ്ങിയത്. ഓക്കെ, അപ്പോ ഇതോടൊപ്പം തന്നെ സർക്കാർ നൽകുന്ന സേവനങ്ങളും കൂടുതൽ ശക്തമാക്കി. എങ്ങനെയാണ്? അതായത് സർക്കാരിന്റെ ധനസഹായത്തോടു കൂടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങള് വികസിപ്പിച്ചു. നമ്മളിപ്പോ കാണുന്ന ഹെൽത്ത് സെന്ററുകളും അതുപോലെ നമ്മളിപ്പോ കാണുന്ന പ്രാഥമിക ആരോഗ്യ ആശുപത്രികളൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയത് ഈ നാഷണൽ ഹെൽത്ത് പോളിസിയുടെ ബേസിലാണ് കേട്ടോ. അപ്പൊ കൂടുതൽ സഹായങ്ങള് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ തുടങ്ങിയത് സെക്കൻഡ് സ്റ്റേജിലാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ദേശീയ ആരോഗ്യ പദ്ധതികളിലൂടെ ഗ്രാമപ്രദേശങ്ങളിൽ കൂടുതൽ ആരോഗ്യ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു. മുമ്പ് നഗരങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് കൂടുതലും ആശുപത്രികളും കാര്യങ്ങളൊക്കെ വന്നതെങ്കിൽ സെക്കൻഡ് സ്റ്റേജില് ഇന്ത്യയിലെ കുഗ്രാമങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് ഓരോ കുഗ്രാമങ്ങളിലും ഓരോ ഹെൽത്ത് സെന്റർ വെച്ചിട്ട് ധാരാളം ചെറിയ ക്ലിനിക്കുകള്, ചെറിയ ഹെൽത്ത് സെന്ററുകള് സർക്കാർ ആരംഭിക്കാനായിട്ട് തുടങ്ങി. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പോ ഇതിലൂടെ പ്രധാനമായിട്ടും സൗകര്യങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക, സേവനങ്ങൾ ലഭിച്ചത് ഗ്രാമവാസികൾക്കാണ് കേട്ടോ. സെക്കൻഡ് സ്റ്റേജില് പ്രൈവറ്റ് ഹോസ്പിറ്റൽ കൂടുതലായിട്ട് ഉണ്ടാവാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ സർക്കാർ മേഖലയിലുള്ള ആളുകള് അവര് കൂടുതലായിട്ട് എന്താ പറയാ ആരോഗ്യ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു. ഗ്രാമപ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് കൂടുതലായിട്ടുള്ള ചികിത്സകൾ കിട്ടാൻ തുടങ്ങി. മുമ്പെന്നൊക്കെ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ നോക്കുമ്പോൾ ആളുകൾക്ക്
ഗവൺമെന്റ് ഫ്രീ ആയിട്ട് എന്താ പറയാ സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടിയും ട്രാൻസ്പോർട്ടേഷന്റെ ആബ്സെൻസ് ഉണ്ടായിരുന്നു. അതായത് കുഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് എത്തുമ്പോഴത്തേക്കും ആളുകളുടെ ജീവൻ നഷ്ടപ്പെടാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രാമപ്രദേശങ്ങളിൽ തന്നെ ഹോസ്പിറ്റലുകളിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവർക്ക് എന്ത് കിട്ടും, എമർജൻസി കെയർ കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ ഒരു ഇനീഷ്യേറ്റീവായിട്ട് അതെടുത്ത് കണ്ട് ഗ്രാമപ്രദേശങ്ങളിൽ കൂടുതൽ ക്ലിനിക്കുകളും ഹെൽത്ത് സെന്ററുകളും ഒക്കെ ആരംഭിക്കാൻ തുടങ്ങിയത് ഈ സെക്കൻഡ് സ്റ്റേജിൽ. ഓക്കെ, അത്രയുമാണ് കേട്ടോ അവിടെ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാല് ഗ്രാമപ്രദേശങ്ങളില് ജനങ്ങൾക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള ആശുപത്രികളാണെന്ത് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസിലൂടെ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓക്കെ, നമ്മളിപ്പോ കാണുന്ന നമ്മൾ കാണാറുണ്ട് അല്ലെ, ചില സമയം ചില ഗ്രാമങ്ങളിലൊക്കെ ചില ഇത് നടക്കാറുണ്ട്, നമ്മുടെ എന്താ പറയാ ക്യാമ്പുകളൊക്കെ നടക്കാറുണ്ട് സർക്കാരിന്റെ നേതൃത്വത്തിൽ. അതൊക്കെ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസിന്റെ ഭാഗമായിട്ടാണ് ആ ക്യാമ്പുകളും മറ്റുമൊക്കെ നടത്തപ്പെടുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് തേർഡ് നോക്കാം. തേർഡ് സ്റ്റേജ് തേർഡ് ഫേസ് പോസ്റ്റ് 2000 ആണ്. 2000-ന് ശേഷമാണ് എന്ത് ചെയ്തത്, ഈ ഒരു തേർഡ് ഫേസ് വന്നത്. വിറ്റ്നസിംഗ് എ ഫർദർ ഷിഫ്റ്റ് ആൻഡ് വൈഡനിങ് ഓഫ് ഫോക്കസ്, the current phase addresses main issues such as public-private partnership, liberalization of the insurance sector, and the government as a financier. അതായത് തേർഡ് ഫേസിൽ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ആശയമാണ് വന്നത്. ഫസ്റ്റ് ഫേസിൽ നിങ്ങൾ നോക്കിയേ, ഗവൺമെന്റ് തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും ഇനിഷ്യേറ്റീവ് എടുത്തത്. സൗജന്യ ചികിത്സ കൊടുത്തു, പണമില്ലെന്ന കാരണത്താൽ ആർക്കും ചികിത്സ നിഷേധിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. സെക്കൻഡ് ഫേസിൽ വന്നപ്പോ കൂടുതൽ പ്രൈവറ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകൾ വന്നു. ഇനി തേർഡ് ഫേസിൽ വന്നപ്പോ ഗവൺമെന്റിന് തോന്നി ഗവൺമെന്റ് ഒറ്റയ്ക്ക് നിന്നത് കൊണ്ട് മാത്രം കാര്യങ്ങൾ നടപ്പിലാകണമെന്നില്ല, ഡെവലപ്മെന്റിലേക്ക് പോകണമെന്നില്ല, മറിച്ച് പാർട്ട്ണർഷിപ്പ് ബേസിലാണെങ്കിൽ കുറച്ചും കൂടി കൃത്യമായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാമെന്ന് ഗവൺമെന്റിന് തോന്നി. അപ്പൊ എന്ത് ചെയ്തു, പ്രൈവറ്റ് മേഖലയിലുള്ള പല ആളുകളെയും ഗവൺമെന്റ് ഇൻവൈറ്റ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാ, പാർട്ട്ണർഷിപ്പ് ബേസിൽ പ്രവർത്തിക്കാൻ. ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യയിലെ ഒട്ടുമിക്ക കമ്പനികളും പൊതുമേഖലാ കമ്പനികളും പാർട്ട്ണർഷിപ്പ് ബേസിലാണ് പ്രവർത്തിക്കുന്നത്. ആണോ? ചിന്തിച്ചിട്ടുണ്ടോ? വാർത്തയൊക്കെ കാണാറുണ്ടോ? ഉണ്ട്. അപ്പോ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ആശയം എങ്ങോട്ട് വന്നു, ഗവൺമെന്റിന്റെ കൺസെപ്റ്റിലോട്ട് വന്നു. കുറച്ചും കൂടി പാർട്ട്ണർഷിപ്പ് കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാല് കുറച്ചും കൂടി ഹെൽത്ത് മേഖല വളരുമെന്ന് ഗവൺമെന്റിന് തോന്നി. ഇപ്പൊ സർക്കാരും പ്രൈവറ്റ് മേഖലയും ചേർന്ന് കൂടുതൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഏർപ്പെടുത്തി. ഗവൺമെന്റും പ്രൈവറ്റ് മേഖലയിലെ ആളുകളും ചേർന്നിട്ട് ഒരു എന്താ പറയാ മിക്സഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് കൊണ്ടുവരാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ ഇൻഷുറൻസ് മേഖല കൂടുതൽ സ്വതന്ത്രമായി. ഇൻഷുറൻസ് എന്ന് പറയുന്ന ആശയം കൂടുതലായിട്ട് വന്ന ഒരു സമയമാണിത്. ലിബറലൈസേഷന്റെ ഭാഗമായിട്ട് കേട്ടോ. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അതായത് പുറത്തെ ആളുകളെ നമ്മുടെ രാജ്യത്തോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി ഓപ്പൺ മാർക്കറ്റ് ആക്കി നമ്മുടെ രാജ്യത്തെ മാറ്റി. ഓക്കെ, അതാണ് ലിബറലൈസേഷൻ. അപ്പൊ ലിബറലൈസേഷനിലൂടെ ഇൻഷുറൻസ് എന്ന് പറയുന്ന ആ ഒരു ആശയം വന്നു. അതായത് ഈ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മേഖലയില് ഇൻഷുറൻസ് എന്ന് പറയുന്ന ആശയം പുതുതായിട്ട് കൊണ്ടുവന്നു. ഇൻഷുറൻസ് കൊണ്ടുവരുന്നത് വഴി എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത്? എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത്? ഇൻഷുറൻസ് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി പറയാമോ? കമന്റ് ചെയ്യാമോ? അതായത് എത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള സർജറി അല്ലെങ്കിൽ ചികിത്സയാണെങ്കിൽ കൂടി അത് നമുക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ, ഇപ്പൊ ഗവൺമെന്റ് നമുക്ക് ആയുഷ്മാൻ ഭാരത് RSPY എന്ന് പറയുന്ന ഇൻഷുറൻസ് തരുന്നുണ്ട് അല്ലെ. ഉണ്ടോ? ഇവിടെയുള്ള ആളുകൾക്ക് ഉണ്ടോ? അത് കേട്ടിട്ടുണ്ടോ? ഒരാൾക്ക് 5 ലക്ഷം രൂപ വെച്ചിട്ടാണ് അല്ലെ. അങ്ങനെ ഫാമിലിയിൽ എത്ര പേരുണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും ആ പാക്കേജ് വരുന്നത്. അപ്പൊ നമുക്ക്
എത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള സർജറി ആണെങ്കിലും ട്രീറ്റ്മെന്റ് ആണെങ്കിലും ഇൻഷുറൻസിന്റെ ബേസിൽ ഫ്രീ ആയിട്ട് നമുക്ക് ഗവൺമെന്റ് അത് പ്രൊവൈഡ് ചെയ്യും. അതാണ് ഇൻഷുറൻസിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ്. പണമില്ലാത്തത് മൂലം ആരും ഒരിക്കലും ആർക്കും ചികിത്സ നിഷേധിക്കരുത് എന്നുള്ള ആശയത്തിൽ മുൻനിർത്തിക്കൊണ്ടാണ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ആശയം ഗവൺമെന്റ് കൊണ്ടുവന്നത്. ഗവൺമെന്റ് അതായത് ഗവൺമെന്റ് നേരിട്ട് പണം കൊടുക്കുന്നതിന് പകരം ധനസഹായം നൽകുന്ന ഇൻഷുറൻസ് നൽകുന്ന ഒരു സ്ഥാപനമായിട്ട് മാറുകയും ചെയ്തു. ഏതില്? തേർഡ് ഫേസ്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇവിടെ ആരാണ്? ഫിനാൻഷ്യർ ആണ്. അതായത് ആദ്യത്തെ സ്റ്റേജിൽ നേരിട്ടാണ് പണം കൊടുക്കുന്നതെങ്കിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്റ്റേജ് എത്തിയപ്പോ നേരിട്ട് കൊടുക്കുന്നതിന് പകരം പണം നൽകുന്ന ഒരു സ്ഥാപനമായിട്ട് ഗവൺമെന്റ് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോ നമുക്ക് ഈ 3 സ്റ്റേജിലും ഡെവലപ്മെന്റ് ആണ് കാണാൻ സാധിക്കുക. നമ്മുടെ ഇന്ത്യയിലെ ഹെൽത്ത് കെയർ ഫെസിലിറ്റി എങ്ങനെയാണ് ഇവിടം വരെ എത്തി നിൽക്കുന്നത്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു ഇനിഷ്യേറ്റീവ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. വർഷങ്ങൾ മുമ്പേ തുടങ്ങി ഇപ്പോ അതിന്റെ ഡെവലപ്മെന്റിൽ എത്തി നിൽക്കുന്ന ഒരു രാജ്യമായിട്ടാണ് നമ്മുടെ ഇന്ത്യ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? താഴെ കാണുന്ന പോയിന്റ്സ് ഒന്ന് വായിച്ചോളൂ കേട്ടോ. സബ് സെന്റർ ഒന്ന് വായിച്ചോളൂ. ഇവിടെ കാണുന്നത് കണ്ടില്ലേ നിങ്ങളത്? ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ ഇൻ റൂറൽ ഏരിയാസ് ബീൻ ഡെവലപ്ഡ് ആസ് 3 ടയർ സിസ്റ്റം. അതിനകത്ത് സബ് സെന്റർ വായിച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഞാനൊന്ന് മൈക്ക് ഓൺ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഇതുവരെ എടുത്തതില് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. നോക്കിക്കോളൂ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് നോക്കിക്കോളൂ. എന്തെങ്കിലും ഭാഗങ്ങൾ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. ഫേസ് പോസ്റ്റ് 2000 പറഞ്ഞില്ലേ, അതൊന്നും കൂടെ ഒന്ന് 2000 പറഞ്ഞത് അല്ലേ? ഒന്നും കൂടി ക്ലിയർ ആവാനുണ്ട്. തേർഡ് ഫേസ് ആണോ? തേർഡ് ഫേസ്. തേർഡ് ഫേസ്. ഓക്കെ, അതായത് തേർഡ് ഫേസിൽ പ്രധാനമായിട്ടും പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന ആശയമാണ് മുന്നോട്ട് കൊണ്ടുവന്നത്. അതായത്
രണ്ടാമത്തെ ഫേസിൽ ഞാൻ പറഞ്ഞു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൂടുതൽ എസ്റ്റാബ്ലിഷ് ആയി. മൂന്നാമത്തേതില് ഗവൺമെന്റും പ്രൈവറ്റ് സ്ഥാപനങ്ങളും ഒരുമിച്ച് ചേർന്നിട്ട് ഹെൽത്ത് കെയർ ഫെസിലിറ്റി കൂടുതലായിട്ട് ജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തു. അതായത് ഗവൺമെന്റ് മേഖലയിൽ നിന്നുള്ള ആളുകളും പ്രൈവറ്റ് സെക്ടറിൽ നിന്നുള്ള ആളുകളും ഒരുമിച്ച് കമ്പയിൻ ചെയ്ത്, അതായത് അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് കൂടുതൽ ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. അതുപോലെ തന്നെ ഇൻഷുറൻസ് എന്ന് പറയുന്ന ആശയം മുന്നോട്ട് കൊണ്ടുവന്നു. ഗവൺമെന്റ് എന്ന് പറയുന്നത് നേരിട്ട് പണം കൊടുക്കുന്നതിന് പകരം പണം കൊടുക്കുന്ന ഒരു സ്ഥാപനമായിട്ട് മാറി. അതായത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമുക്ക് ഗവൺമെന്റ് തന്നെ പലതരത്തിലുള്ള ഇൻഷുറൻസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഇൻഷുറൻസിലൂടെ ജനങ്ങളിലേക്ക് കൂടുതൽ ചികിത്സ സൗജന്യമാക്കാനായിട്ട് തേർഡ് ഫേസിലാണ് മുന്നോട്ട് വന്നത്. ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ. എല്ലാവർക്കും ഓക്കെ അല്ലേ? നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് ഇത്രയും മതി. അടുത്ത ക്ലാസ്സിൽ സബ് സെന്റർ എല്ലാവർക്കും ക്ലാസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത് കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തുറന്ന് പറയണം കേട്ടോ. സ്പീഡ് കൂടുതലാണെങ്കിലോ മനസ്സിലാവാത്തതുണ്ടെങ്കിലോ ഒക്കെ തുറന്ന് പറയാവുന്നതാണ്. ഓക്കെ ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു. Thank you. Thank you, ma'am. Thank you. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you. Thank you, Thank ma'am. you. Next class we come. Bye. Okay, bye bye.